ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർഗാനിക്കായ കാപ്പിപ്പൊടീൻ്റെ പ്രൊസീജിയറാണ്. അപ്പം ഓൾറെഡി കുറച്ച് കാപ്പിക്കുരു നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിക്കുരുവാണിത്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് പഴുത്ത കാപ്പിക്കുരുവും പച്ചയും ഉണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് പിന്നെ കാപ്പിപ്പൊടിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം കൊണ്ടുവന്ന കാപ്പിക്കുരു നമ്മൾ ഒരു കലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് പുഴുങ്ങണം. അപ്പം എല്ലാം ഏകദേശം നല്ല രീതിയിൽ പഴുത്ത കാപ്പിക്കുരുവാണ്. ഇടയ്ക്ക് കുറച്ച് പച്ചയൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ഒരുമിച്ചിട്ടാണ് പുഴുങ്ങുന്നത്. അപ്പോൾ പുഴുങ്ങിയതിന് ശേഷം ഇത് വെയിലത്തിട്ട് ഉണക്കണം എന്ന് പറഞ്ഞാൽ ഒരു 5 ദിവസത്തെ, ഏകദേശം ഒരു 5 ദിവസം ഉണങ്ങിയാൽ ഈ ഒരു പരുവത്തിലാവും കാപ്പിക്കുരു. ഇതാണ് ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ പിന്നെ കാപ്പിക്കുരുവിൻ്റെ സീസൺ ആയിക്കഴിഞ്ഞാൽ അത് പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ ഉണക്കി നമ്മൾ എത്ര കാലം വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. ഇങ്ങനെ ഉണക്കിയെടുത്ത കാപ്പിക്കുരു പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉരലിൽ കുത്തി അത് പാറ്റി പെറുക്കി വീട്ടിൽ തന്നെ വറുത്തിട്ട് മിക്സിയിൽ തന്നെ പൊടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണക്കി ഉരലിൽ കുത്തിയ കാപ്പിക്കുരു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഏലക്ക മിക്സ് ചെയ്തിട്ട് പൊടിക്കുന്നവരുണ്ട്, ജീരകം മിക്സ് ചെയ്തിട്ട് പൊടിക്കുന്നവരുണ്ട്. നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഉലുവയും കാപ്പിക്കുരുവും ഒരുമിച്ച് വറുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് എണ്ണയും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വറക്കുന്ന സമയത്ത് ആഡ് ചെയ്യും. എന്നിട്ട് വറുത്ത് വീട്ടിൽ തന്നെ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗാനിക് കാപ്പിപ്പൊടി എന്ന് പറയുന്നത്.